Dear students, very good morning all. Once more all are welcome to Business Management new video classroom. In this video we are going to discuss Total Productive Maintenance അഥവാ TPM. എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ ഒബ്ജക്റ്റീവ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇത്രയും ഫാക്റ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. Total Productive Maintenance is a maintenance program. Total Productive Maintenance is a maintenance program which involves a newly defined concept for maintaining plants and equipments. Maintaining plants and equipment. Maintaining plants and equipment. Total productive maintenance. So the number of tools and equipments or plants and equipment utilized by each and every organization. This is a production oriented unit. They use the number of automobiles. Whenever the automobile operations activated, the number of operators for their maintenance of required operations or any machines or tools or equipments. നമുക്കറിയാം, പ്രൊഡക്ഷൻസിൻ്റെ വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെഷീൻസ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അപ്പോൾ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യണം, ക്വാളിറ്റിയുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യണം. ദെൻ ആൻഡ് ആൾസോ ടു ഇൻക്രീസിങ് ദ മൊറൈൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ധാർമ്മികത വർദ്ധിക്കണം, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. നല്ല മെഷീൻസ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്വാളിറ്റിയുള്ള മെഷീൻസ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. അതോടൊപ്പം അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സസും, ദെൻ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിനെന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഗ്രൂപ്പും ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം, ദാറ്റ് മീൻസ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമിൻ്റെ മെയിൻ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈസ് ടു മാർക്കറ്റ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻസിൻ്റെ വോളിയം കൂട്ടുക. പറയുന്നതിന് എന്താണ്? ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മെയിൻ്റനൻസ്. സോ ദ മെയിൻ ഒബ്ജക്റ്റ് ഓർ ഗോൾ ഓഫ് TPM ഈസ് ദ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ. അറ്റ് ദ സെയിം ടൈം ഇൻക്രീസിങ് ദ എംപ്ലോയി മൊറൈൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എംപ്ലോയിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, എംപ്ലോയിൻ്റെ മൊറൈൽ കൂടണം, ദെൻ പ്രൊഡക്ടിവിറ്റി കൂടുകയും വേണം, അതായത് പ്രൊഡക്ഷൻസിൻ്റെ വോളിയം കൂടുകയും വേണം. Then TPM brings maintenance into focus as necessary and vitally important part of the business. അപ്പോൾ ഈ TPM എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് മെയിൻ്റനൻസിനെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ബ്രിങ്സ് ദ മെയിൻ്റനൻസ് ഇൻ ടു ഫോക്കസ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് TPMൻ്റെ ഡെഫിനിഷൻ എന്ന് ചെക്ക് ചെയ്യാം. ഡെഫിനിഷൻ ഓഫ് TPM, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മെയിൻ്റനൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദെൻ ഇൻ ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സെക്ടറിലാണ് ഈ പറയുന്ന ഇവന്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഇൻ ഇൻഡസ്ട്രി ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് ഓർ TPM is a system of maintaining and improving the integrity of production and quality system through the machines, equipment, process and employee that added business value to an organization. Okay, അപ്പോൾ എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ഇൻറ്റഗ്രിറ്റി ഓഫ് പ്രൊഡക്ഷൻ മീൻസ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻസിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ്,
അതായത് ഏതെങ്കിലും തരത്തിൽ ഫോൾട്ട് ഉണ്ടായാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ആൾസോ ടു ഇംപ്രൂവിങ് ദെൻ ദ ക്വാളിറ്റി ഓർ ദ ഇന്റഗ്രിറ്റി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻസിന്റെ ഇന്റഗ്രിറ്റി കൂട്ടുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടുന്നു. ആൻഡ് ക്വാളിറ്റി സിസ്റ്റം ത്രൂ ദ മെഷീൻസ്. ഈ ക്വാളിറ്റി അക്വയർ ചെയ്യുന്നത് ഏത് രീതിയിലൂടെയാണ്? ത്രൂ ദ ക്വാളിഫൈഡ് മെഷീൻസ് ഓർ ക്വാളിറ്റി മെഷീൻസ് ഓർ വെൽ ഓക്യുപ്പൈഡ് ടൂൾസ് ഓർ പ്ലാന്റ്, then operations or the process and employees that add business value to an organization. ഒരു ഓർഗനൈസേഷന്റെ മാക്സിമം ഗോള് അല്ലെങ്കിൽ അതിന്റെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് either the selling of the product or to enhance the goodwill of an organization. ഒന്നെങ്കിൽ ആ ഫോമിന്റെ ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്യലാവാം, അല്ലെങ്കിൽ സെയിൽസിന്റെ വോളിയം കൂടും. സെയിൽസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇവിടെ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ നല്ലൊരു ഇംപ്രൂവിങ് ടീം അതിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ TPM is a system of improving or maintaining the integrity of production and also the quality system through the machine, process, then employees, equipment that add the business value to an organization. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ ഓർഗനൈസേഷന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ TPM എന്ന് ട്രീറ്റ് ചെയ്തു പോകുന്നത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് TPM? എന്താണ് TPMന്റെ objectives? What are the objectives of TPM? Number 1, to avoid wastage in a quickly changing economic environment. ഇപ്പോൾ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന എക്കണോമിക് എൻവയോൺമെന്റിനെ കൺസിഡർ ചെയ്തു പോകുമ്പോൾ വേസ്റ്റേജിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക ഓർ ടു അവോയ്ഡ്. അപ്പൊ അങ്ങനെ ഒരു കോമ്പണന്റ് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് വേസ്റ്റേജ് ഇവിടെ ഇഗ്നോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മെയിൻ്റനൻസ് ടീം ഉണ്ടായിരിക്കും. അപ്പൊ ആ മെയിൻ്റനൻസ് ടീം എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓവർകം ചെയ്തിട്ട് നോർമൽ ലെവലിലേക്ക് എത്തുന്നു. ആൻഡ് ആൾസോ ടു ഇംപ്രൂവിങ് ദ ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഈ പറയുന്ന വേസ്റ്റേജിന്റെ വോളിയം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ വേസ്റ്റേജിന്റെ വോളിയം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് TPM. The second one, to ensure operational readiness at all times of all equipment for production or service and to obtain the maximum possible return on investment. നമുക്കറിയാം, ഏതൊരാളും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ 1 month, 6 months, 1 year, 2 years or 2.5 years ആകുമ്പോൾ അതിൽ നിന്നും റിട്ടേൺ അയാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള റിട്ടേൺ അയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിൽ അല്ലെങ്കിൽ ഫെയർ റേറ്റിൽ അൾട്ടിമേറ്റ് കൺസ്യൂമർ ആരാണോ അവർക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് എന്നുള്ളത് അയാൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ പ്രൊഡക്ടിവിറ്റീൻ്റെ വോളിയം കൂട്ടിക്കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റീൻ്റെ വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ എല്ലാ വിധത്തിലുള്ള എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം? അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കണം. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന്, പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് അല്ലെങ്കിൽ അത് റെഡിയാണ് എന്ന് എൻഷുർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ടൂൾസ് അല്ലെങ്കിൽ പ്ലാന്റ് എന്താണോ അല്ലെങ്കിൽ മെഷീനറീസ് എന്താണോ, ഈ മെഷീനറീസ് എന്താണ്? വർക്ക് ചെയ്യാൻ ആക്റ്റീവ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ, തേർഡ് വൺ, പ്രൊഡ്യൂസിങ് ഗുഡ്സ് വിതൗട്ട് റെഡ്യൂസിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി. അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ നടക്കുന്നു, മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻസിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്തോറും ക്വാളിറ്റി റെഡ്യൂസ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ പീസ് റേറ്റ് സിസ്റ്റത്തിലാണ് ഒരു ലേബർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും ട്രൈ ചെയ്യുന്നതാണ് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. പക്ഷേ ഈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 100, 150, 200, 500 എന്ന് പറഞ്ഞ ടാർജറ്റ് ഉണ്ടെങ്കിൽ ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് കരുതിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറയാൻ പാടില്ല. അപ്പോൾ ക്വാളിറ്റി കുറയ്ക്കാതെ കണ്ടിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. സോ പ്രൊഡ്യൂസിങ് ഗുഡ്സ് വിതൗട്ട് റെഡ്യൂസിങ്
product quality. Okay, then fourth one, reduce cost. കോസ്റ്റിൻ്റെ വോളിയം പരമാവധി റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെഷീൻസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇറക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ദെൻ അതിൻ്റെ ചാർജസ്, അതായത് അതിൻ്റെ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിൻ്റെ ചാർജസ് കൂടുതലായിരിക്കും, അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കുറവായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള മെഷീനറിയാണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ, ഇതിനെ ചിന്തിച്ചാൽ തന്നെ മതി. നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് വാങ്ങിക്കും. എന്തായാലും ഇവിടെ ഒരു അരിക്കണം അല്ലെങ്കിൽ ഒന്ന് പൊടിക്കണം എന്നുള്ളതാണ് അവിടെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ കറണ്ട് ചാർജും അതോടൊപ്പം കൂടുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് കൊണ്ട് എനർജി അല്ലെങ്കിൽ പവർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ വോളിയം കൂടുന്നുണ്ട്. അതേസമയം നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ എനർജി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ യൂസ് ചെയ്യുന്നതിൻ്റെ വോളിയം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോർ, അപ്പോൾ ആ മോട്ടോറിൻ്റെ കേസൊക്കെ എന്താണ്, അപ്പോൾ നല്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാട്ടർ പ്രഷർ ചെയ്യാൻ പറ്റുന്ന പമ്പുകൾ അവൈലബിൾ ആണ്. പക്ഷെ റേറ്റ് കുറവാകുമ്പോൾ ഈ പറയുന്ന അളവ് കുറയും, അതോടൊപ്പം കറണ്ട് ചാർജിൻ്റെ വോളിയവും കൂടും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പരമാവധി മിനിമൈസ് ചെയ്യാം. Then produce a low batch quantity at the earliest possible time. അപ്പോൾ ലോ ബാച്ച് ക്വാണ്ടിറ്റി, അതായത് ഏറ്റവും കുറഞ്ഞ, അതായത് എത്ര ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ഡിഫക്റ്റ് കാരണം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി താഴെ ലെവലിലേക്ക് പോവാം. അതെന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. Then goods sent to customers must be not defective. ഉറപ്പുവരുത്തണം നമ്മൾ. We should ensure that we are produced and to deliver the goods are without any defective. അതിന് ഒരു ഡിഫക്റ്റീവും ഇല്ല അല്ലെങ്കിൽ നോൺ ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവർ ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയും ഡിഫക്റ്റ് ഇല്ല എന്ന് എൻഷുർ ചെയ്യുന്നു. ദെൻ ഇൻവോൾവ് പീപ്പിൾ ഇൻ ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസിലെ പീപ്പിൾസിനെയും ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ദെൻ ഫോം ഡിഫറെൻറ്റ് ടീംസ് ടു റെഡ്യൂസ് ഡിഫക്റ്റ് ആൻഡ് സെൽഫ് മെയിൻ്റനൻസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓട്ടോമൊബൈൽസിൻ്റെ എണ്ണം കൂടുന്തോറും ഓട്ടോമൊബൈൽസിൻ്റെ റിപ്പയർമെൻറ്റിന് ആവശ്യമുണ്ട്. അപ്പം അത് എത്രമാത്രം ഓരോ ദിവസവും RTO ഓഫീസിൽ നിന്ന് രജിസ്ട്രേഷൻ നേടിക്കൊണ്ട് റോഡിലിറങ്ങുന്ന വെഹിക്കിൾസിൻ്റെ വോളിയം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മെയിൻ്റനൻസ് ഗ്രൂപ്പ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ടീം തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കും ഓട്ടോമൊബൈൽസിൻ്റെ എണ്ണം കൂടുന്തോറും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഗ്രൂപ്പും അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പും ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് TPM. TPMന്റെ അഡ്വാൻറ്റേജും അതുപോലെ ഡിസഡ്വാൻറ്റേജസ്. What are the advantages and disadvantages of TPM? Advantages and disadvantages. Advantages and disadvantages of TPM. Number one, advantages. Number one, increase productivity and overall plant efficiency by 1.5 or 2 times. Okay, then increase productivity and overall plant efficiency. That means എല്ലാ പ്രൊഡക്ഷൻസിൻ്റെ വോളിയവും മാക്സിമം ഇൻക്രീസ് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടൂൾസ് അല്ലെങ്കിൽ പ്ലാന്റ്, അതുപോലെ വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഗ്രൂപ്പും നമ്മുടെ കയ്യിലുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസും ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ശ്രദ്ധിച്ചാൽ മതി. ദാറ്റ് മീൻസ് ഒരു പ്ലാന്റ് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പ്ലാന്റ് ഉണ്ട്. ദെൻ ഈ പ്ലാന്റിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ദെൻ ഓപ്പറേറ്റേഴ്സിനെ കൂടാതെ ഇതിന്റെ മെയിൻ്റനൻസ് ടീമുണ്ട്. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? പ്രൊഡക്ഷൻസിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഓവറോൾ OPE, ഓവറോൾ പ്ലാൻ എഫിഷ്യൻസി ബൈ 2 times or 1.5 times ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സെക്കൻഡ് വൺ, operators feel responsible for their machine equipment becomes more reliable.
വളരെ വിശ്വസനീയമായ രീതിയിൽ അവരുടെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്തു പോകണം. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സിനും മെയിൻ്റനൻസ് ഗ്രൂപ്പിനും ഉണ്ടായിരിക്കും. Then operators feel responsible for their machines, then equipment becomes more reliable. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്നവർ നല്ല രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്തു പോകുന്ന ടീം നല്ല രീതിയിൽ അത് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനും കൂടി ട്രൈ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടും. That helps to rectify the customer complaints. ഇത്തരത്തിൽ നമ്മൾ എല്ലാ ഇവന്റും വെൽ ഓക്യുപ്പൈഡ് ആയിട്ട് ചെക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് തന്നെ വരാൻ സാധ്യതയില്ല. ദെൻ ഈവൻ എനി കംപ്ലൈന്റ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അത് റെക്ടിഫൈ ചെയ്യാനും കൂടി ഈ TPM കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ. ദെൻ റെഡ്യൂസ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ബൈ 30%. മാനുഫാക്ചറിങ് കോസ്റ്റ്, ഇപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബറിന്റെ കോസ്റ്റ് ഉണ്ട്, മെറ്റീരിയലിന്റെ കോസ്റ്റ് ഉണ്ട്, മെഷീനറിന്റെ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല മെഷീനറി, നല്ല ലേബർ, നല്ല മെറ്റീരിയൽ ഇതുണ്ടെങ്കിലാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റിന്റെ വോളിയം, മെഷീനറിന്റെ കപ്പാസിറ്റി തന്നെ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന ഓരോ ടൈമിനും മെഷീനറി വാങ്ങിക്കുന്നതിനും ഓരോ ടൈമിനും മെഷീനറി മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോസ്റ്റ് അതെന്ന് പറഞ്ഞാൽ ആ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സാറ്റിസ്ഫൈ ദ കസ്റ്റമർ നീഡ്സ് ബൈ 100%. That means delivering at the right quantity at the right time in a required quality. ഇപ്പോൾ കസ്റ്റമർ എല്ലായ്പ്പോഴും ട്രൈ ചെയ്യുന്നത് പണം അല്പം കൂടിയാലും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവർ ആഗ്രഹിക്കുന്ന ടൈമിൽ അവർ ആഗ്രഹിക്കുന്ന ലൊക്കേഷനിൽ അവൈലബിൾ ആയി കിട്ടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് സൈറ്റിൽ നിന്നും ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ചെയ്യുന്നു, ആ വർക്ക് സൈറ്റിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കിട്ടണം. അല്ലാതെ നമുക്ക് ഷോപ്പ് സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ പ്രോഡക്റ്റ് എൻക്വയറി നടത്തി വാങ്ങിക്കൊണ്ടുവരാനുള്ള ടൈമില്ല. നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് സാധനം എത്തണം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൈസ്, നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാണ്ടിറ്റി ആ സാധനം അവൈലബിൾ ആക്കി കൊടുക്കും. അപ്പോൾ 100% കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ റെഡ്യൂസ് ആക്സിഡൻറ്റ്സ്. ഇപ്പോൾ രണ്ട് ടീമും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റിന്റെ വോളിയം കുറയും. ഇപ്പോൾ വെഹിക്കിൾസിന്റെ കേസിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രണ്ട് ടീമും വളരെ കെയർഫുൾ ആയിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു ആക്സിഡന്റും കമ്മിറ്റ് ചെയ്യുന്നില്ല. അതേസമയം അതിനകത്ത് ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്ത് ഡിഫക്റ്റ് ഉണ്ടായാൽ തന്നെ ടോട്ടലി ആക്സിഡന്റ് കമ്മിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഡിഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ദെൻ ഫോളോ ദ പൊല്യൂഷൻസ് കൺട്രോൾ മെഷേഴ്സ്. എല്ലാ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്ന എക്യുപ്മെന്റ്സ് റൺ ചെയ്തിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ദെൻ ഡിഫക്റ്റ് റിഡക്ഷൻ ആൻഡ് കോൺസിക്വന്റ് പ്രോഫിറ്റ് ഇംപ്രൂവ്മെന്റ്. ദെൻ ഡിറ്റക്ട് എനി റിഡക്ഷൻ. ദാറ്റ് മീൻസ് ഏതെങ്കിലും തരത്തിലുള്ള റിഡക്ഷൻസിന്റെ വോളിയം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പ്രൊഡക്ഷൻസിന്റെ വോളിയം താഴെ ലെവലിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, തടയപ്പെടുന്നുണ്ട്. ആൻഡ് കോൺസിക്വന്റ് പ്രോഫിറ്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ആൾസോ അതിന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്താണോ അത് ചിന്തിക്കുകയും അതിലേക്ക് വേണ്ട ടീമിനെ അതിലിറക്കി കൊടുത്തുകൊണ്ട് പ്രോഫിറ്റിന്റെ വോളിയം കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യും. ദെൻ ഇംപ്രൂവ്സ് ദ പ്രോബ്ലം സോൾവിംഗ് കേപ്പബിലിറ്റീസ് ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ വർക്കേഴ്സിന് തന്നെ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു കേപ്പബിലിറ്റി എൻഷുർ ചെയ്ത് പോവുകയാണ്. ദാറ്റ് മീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുള്ള ഒരു ടീമിനെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് ആ മെഷീൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രൂ ലൂസ് ആവുകയോ അല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് അവോയ്ഡ് ആയി പോവുകയോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംരംഭം ഇതിലേക്ക് വരുന്നുണ്ട്. ഏത്? ഈ TPM. Then employees gain the necessary skills to enable them solve problems within the organization. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ഏത് തരത്തിലുള്ള, ഇപ്പോൾ ഇവിടെ പറയുന്ന രണ്ട് ടീമും ഉള്ളത് കൊണ്ട് എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിലും വിത്തിൻ ദ ഓർഗനൈസേഷനിൽ തന്നെ ആ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്ത് പോകും. ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ ഏത് തരത്തിലാണ് അതിന്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എക്കോർ ചെയ്ത് പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഓരോ ഇവന്റിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് എന്താ വരിക? ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ടീമിനെ, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടീമിനെ വെക്കണം, അതുപോലെ അതിന്റെ മെയിൻ്റനൻസ് ടീമിനെ വെക്കണം, ദെൻ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യണം. ഇതപ്പോൾ ഇത്രയും ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടീമിനെ നമ്മൾ വെക്കുമ്പോൾ ആ ടീമിന്റെ എക്സ്പെൻസ് ഫേം വഹിച്ചുകൊണ്ട് പോകും.
പിന്നെ ഇത് നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഫേമിന് മാത്രമേ ഈ പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഒരു ആവറേജ് ലെവലിൽ പോകുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നു, എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്താനുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഔട്ട്സൈഡ് സോഴ്സിനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടാവുമ്പോൾ മാത്രം അവരെ എടുത്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ അവർ ഔട്ട്സോഴ്സിനെ യൂസ് ചെയ്യുന്നു. ഒരു ടീമിനെ നമ്മൾ ഫുൾ ടൈം ഇവിടെ മെയിൻ്റെനൻസ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, മെയിൻ്റെനൻസ് വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ TPM-ന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് TPM. TPM-ന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? 8 പില്ലേഴ്സ് എന്നതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. 8 പില്ലേഴ്സ്. എക്സാമിന് 4 മാർക്സ് ഏരിയയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് TPM? TPM-ന്റെ പ്രിൻസിപ്പിൾസ്. Principles of TPM. TPM-ന്റെ principles. Principles of TPM. Number 1, focused improvement, autonomous maintenance, planned maintenance, quality maintenance, early equipment management, training and education, safety, health, environment, and office functions. These are the basic or fundamental principles of TPM. പ്രിൻസിപ്പിൾസ് ഓഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നുകൂടുന്ന ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഫയോളിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന TPM-ന്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. ഫോക്കസ്ഡ് ഇംപ്രൂവ്മെന്റ് അണ്ടർ ദിസ് പില്ലേഴ്സ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് 8 പില്ലേഴ്സ്. അപ്പോൾ 8 പില്ലർ ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അണ്ടർ ദിസ് പില്ലർ, ദാറ്റ് മീൻസ് ഫോക്കസ്ഡ് improvement, cross-functional teams are assembled within the main working on the problematic equipment and coming up with the improvement suggestions. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ മെയിൻ്റെനൻസ് ചെയ്യുന്നതുമായിട്ടുള്ള ടീമുകൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മെയിൻ്റെനൻസ് തന്നെ ഇപ്പോൾ ലാർജ് സ്കെയിലുള്ള മെഷീൻസ്, ദെൻ സ്മോൾ സ്കെയിലുള്ള മെഷീൻസ്, ദെൻ മീഡിയം സ്കെയിലുള്ള മെഷീൻസ്, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഫങ്ഷണൽ ഓർ ഇന്റർ കണക്ഷൻസ് എല്ലാ ടീമുമായിട്ടുണ്ടാകുന്നു. ഇപ്പോൾ സ്മാൾ സ്കെയിൽ ബിസിനസിന്റെ അല്ലെങ്കിൽ മെഷീൻസിന്റെ അല്ലെങ്കിൽ ടൂൾസിന്റെ പ്ലാന്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആളും, മീഡിയം സ്കെയിൽ ലെവലിലുള്ള മെഷീൻസിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആളും, ലാർജ് സ്കെയിലുള്ള മെഷീൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നോക്കുന്ന ആളുകളും തമ്മിലുള്ള ഇന്റർ റിലേഷൻ. അപ്പോൾ ഒരു ക്രോസ് റിലേഷൻഷിപ്പ്, ഇത് അസംബിൾ ചെയ്യുന്നിടത്തും അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നിടത്തും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ഫോക്കസ്ഡ് ഇംപ്രൂവ്മെന്റ്, അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. അതാണ് ഫോക്കസ്ഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്രോസ് ഫങ്ഷണൽ ടീം ഈസ് നെസസറി ബിക്കോസ് ഇറ്റ് വിൽ ബ്രിങ് എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെന്റ് എംപ്ലോയീസ് which is helpful to solve the issues that arise concerning crucial machines. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ചെയ്യുന്ന ഏതെങ്കിലും വർക്കിന് പ്രോബ്ലംസ് അലേർട്ട് ചെയ്താൽ അതിൻ്റെ ടീമും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു മെഷീൻസിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന ടീമും കൂടി ചേർന്നുകൊണ്ട് അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു പോകും. അങ്ങനെ ഒരു ക്രോസ് ഫങ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്ന സമയം വളരെ സക്സസ്ഫുൾ ആയിട്ട് വിത്തിൻ സെക്കൻഡിനുള്ളിൽ എന്ന് പറയും പോലെ, അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വർക്കിന്റെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഓട്ടോണമസ് മെയിൻ്റെനൻസ്. ഓട്ടോണമസ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ in an industry there are operators of machines. ഒരുപാട് മെഷീൻസിന്റെ ഓപ്പറേറ്റർമാരുണ്ടായിരിക്കും. ഇപ്പോൾ മെഷീൻ ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത് വലിയൊരു പോസ്റ്റാണ്. അപ്പോൾ വലിയ മെഷീനറീസ് അല്ലെങ്കിൽ വലിയ എക്യുപ്മെന്റ്സിന്റെ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ഒരു പൊസിഷൻ തന്നെ ഹൈ ലെവലിലാണ്. അതോ ഓപ്പറേറ്റേഴ്സ് ഓഫ് മെഷീൻ ആൻഡ് മെയിൻ്റെനൻസ് സ്റ്റാഫ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള മെയിൻ്റെനൻസ് സ്റ്റാഫും അതുപോലെ ഓപ്പറേറ്റിംഗ് സ്റ്റാഫും. ഇവർ രണ്ടുപേരും ഒരു ഫേമിനകത്ത് ഒരുപോലെ വർക്ക് ചെയ്യുന്നു. അപ്പം
വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മെയിൻ്റനൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് ആളുകൾ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. In autonomous maintenance, the responsibility of basic maintenance activities are vested with the operators, and the maintenance staff will get more time to attend the complex maintenance task. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്രൂ അഴിഞ്ഞു വീണു, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ്റനൻസ് ടീമിനെ വിളിക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ക്രൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടോ താഴെ പോയതാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ നേരെ അതിനുള്ളൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക എന്നുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ മെയിൻ്റനൻസ് ടീമിനെ എക്വയർ ചെയ്തോളൂ. അപ്പോൾ രണ്ട് പേരും വളരെ വിജിലൻ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ പ്ലാന്റ് മെയിൻ്റനൻസ്. വാട്ട് ഈസ് പ്ലാന്റ് മെയിൻ്റനൻസ്? ഇറ്റ് ഈസ് എയിംഡ് ടു ഹാവ് ട്രബിൾ ഫ്രീ മെഷീൻസ്. എല്ലാവരും ട്രൈ ചെയ്യുന്നത് അതാണ്. എല്ലായ്പ്പോഴും മെഷീൻസ് ട്രബിൾസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് റിസ്ക് ഫ്രീ ലൈഫാണ്. അപ്പോൾ റിസ്ക് ഇല്ലാണ്ട് കണ്ട് എങ്ങനെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ എക്സാം എഴുതുന്ന സമയം വളരെ സിമ്പിളായിട്ട് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോംപ്ലക്സ് നേച്ചറിൽ ഫ്രീ ആയിരിക്കുക എന്നുള്ളതാണ് എല്ലായ്പ്പോഴും എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ മെഷീൻസ് എല്ലായ്പ്പോഴും ട്രബിൾ ഫ്രീ ആയിരിക്കണം. മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ് പ്രൊഡ്യൂസിങ് ഡിഫക്റ്റ് ഫ്രീ പ്രോഡക്റ്റ് ഫോർ കസ്റ്റമർ ഡിലൈറ്റ്. കസ്റ്റമറിനെ ഡിലൈറ്റ് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഫ്രീ പ്രോഡക്റ്റും ട്രബിൾ ഫ്രീ മെഷീൻസ് ആൻഡ് ടൂൾസുമാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. പ്ലാന്റ് മെയിൻ്റനൻസ്. അപ്പോൾ മെഷീൻസ് അല്ലെങ്കിൽ ടൂൾസ് ട്രബിൾസ് നിന്ന് ഫ്രീ ആവുക, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അതായത് ഡിഫക്റ്റീവ് ഉള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് മാറി നിൽക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ കസ്റ്റമർക്ക് എന്തുണ്ടാവുള്ളൂ, ഡിലൈറ്റ് ആവും. കസ്റ്റമറിൻ്റെ ഡിലൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ്റെ അപ്പർ മോസ്റ്റ് ലെവലാണ് കസ്റ്റമർ ഡിലൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ടീ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് അറിയാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്. ആ ഒരു ടേസ്റ്റിൽ നിന്നും അപ്പർ ലെവലിലൊരു ടേസ്റ്റ് ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്കുണ്ടായി എങ്കിൽ അപ്പോഴാണ് നമ്മൾ കൺസ്യൂമർ ഡിലൈറ്റ് ആയി എന്ന് പറയുക. അപ്പം അയാൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമർക്ക് കിട്ടിയാൽ അവിടെയാണ് ആ കൺസ്യൂമർ ഡിലൈറ്റ് ആയി എന്നുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, quality maintenance. Quality maintenance is aimed at customers' delight through the highest quality through defect-free manufacturing. അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റ് ഫ്രീ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറിനെ ഡിലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തേലും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത് മാത്രമാണെങ്കിൽ കസ്റ്റമർ സ്റ്റെബിലൈസ് ചെയ്യും, പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ വോളിയം കൂടുതല. നമ്മൾ സ്വാഭാവികം അങ്ങനെയാണല്ലോ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം സെർവ് ചെയ്യുന്ന ഒരു ടീം, അപ്പോൾ ആ ഒരു ടീമിൽ നിന്ന് നമ്മളൊരു ഫുഡ് ഒരു തവണ വാങ്ങിച്ചു, നമ്മളത് കൺസ്യൂം ചെയ്തു, അപ്പോൾ നമുക്ക് അതിന് കിട്ടിയ റിസൾട്ട് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്, ക്ലാസ്മേറ്റ്സ് ഇവരോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാത്രം കസ്റ്റമർ ആയിരുന്ന ഒരു ഫേമിന് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ്, ഇങ്ങനെ വേണ്ട നൈബേഴ്സ് ഇവരൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അവിടെ എന്താ ഈ കസ്റ്റമേഴ്സിൻ്റെ വോളിയം ആ ഫേമിന് കൂടി. അപ്പോൾ അത്തരത്തിൽ പ്രോഡക്റ്റ് ഡിഫക്ട്സ് ഫ്രീ ആയിക്കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഡിലൈറ്റിൻ്റെ വോളിയം കൂടും. സോ ക്വാളിറ്റി മെയിൻ്റനൻസ് എൻഷുർ ചെയ്തു പോകും. ദെൻ ഏർലി എക്യുപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഓർ മെയിൻ്റനൻസ്. ഇപ്പോൾ ഏർലി എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ഓർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദ എക്സ്പീരിയൻസ് ഗാതേർഡ് ഫ്രം പ്രീവിയസ് മെയിൻ്റനൻസ് ഇംപ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ യൂസ്ഡ് ടു എൻഷുർ ദാറ്റ് ദ പെർഫോമൻസ് ഓഫ് ന്യൂ മെഷീനറി റീച്ചസ് ഇറ്റ്സ് ഒപ്റ്റിമൽ. നമുക്കറിയാം, ഒരു തവണ ഒരു മെഷീൻസിന് ഉണ്ടായിട്ടുള്ള ഡിഫക്റ്റ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്താണോ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പണ്ട് കിട്ടിയിട്ടുള്ള ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ലേൺഡ് ഇൻഫോർമേഷൻ എന്താണോ അതെന്ത് ചെയ്യുന്നു, ഇത്തവണ അത്തരത്തിലൊരു ഡിഫക്റ്റ് വരുമ്പോൾ അപ്ലൈ ചെയ്തു പോകുന്നു. ഓക്കെ, ദെൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. Proper training should be given to staff for the use of tools like TPM. അതായത് ഒരു മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ആളുകൾക്കും അതിനുള്ള നല്ല ട്രെയിനിങ് അല്ലെങ്കിൽ നല്ല ഓറിയൻറ്റേഷൻ ക്യാമ്പുകൾ, ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ അലോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ
മെഷീൻസ് എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോവാം എന്നുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ദെൻ എൻഷുറിംഗ് ഓഫ് പ്രോപ്പർ ട്രെയിനിങ് will result to have a reliable pool of knowledgeable staff in the organization. നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളും ട്രെയിനിങ് കിട്ടാത്ത ഒരാളും ആക്ട് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് വിജിലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റാഫിനെയാണ് എല്ലാ ഓർഗനൈസേഷനും ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരാനും ദെൻ പ്രൊഡക്ഷൻസിൻ്റെ വോളിയം കൂട്ടാനും സഹായിക്കും ഏതിന് ഈ പറയുന്ന ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സേഫ്റ്റി ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ്. The principle will ensure a safety, health and good environment. The main objective is to produce value for the customer. ഇപ്പോൾ കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ കൺസ്യൂമർ ആണ് തീരുമാനിക്കുന്നത് പ്രോഡക്റ്റ് സ്റ്റെബിലൈസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് കസ്റ്റമർ തീരുമാനിക്കും. അപ്പോൾ കസ്റ്റമർ ആ പ്രോഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നാലും പ്രോഡക്റ്റ് എന്തായി ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഔട്ട് ഓഫ് ഫാഷൻ ഇവന്റ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെയുള്ള കസ്റ്റമർക്ക് മാക്സിമം ഹെൽത്ത് എൻവയോൺമെന്റ്, അപ്പോൾ അത് എൻഷുർ ചെയ്യുക. അവർ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർ ഹെൽത്തി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതുപോലെ അവിടുത്തെ എംപ്ലോയീസിന്റെ കേസ്. ലാസ്റ്റ് വൺ ഓഫീസ് ഫങ്ഷൻസ്. ഓഫീസ് ഫങ്ഷൻ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഉണ്ടാവണം, പ്രൊഡക്ഷൻസും ഉണ്ടാവണം. രണ്ട് ഇവന്റും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്ന ഓഫീസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫീസ് TPM should be started after activating other pillars. Then TPM techniques should apply the administrative functions. TPM must follow the improve productivity, efficiency in administrative functions and eliminate losses. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എംപ്ലോയീസിന് ഓഫീസ് എംപ്ലോയീസിനെ വാർത്തെടുക്കാനും അതുപോലെ പ്രൊഡക്ഷൻസിന്റെ വോളിയം എൻഷുർ ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഇവന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇസ് ക്ലിയർ? താങ്ക് യു.